അകലെയൊരു കാടിൻ്റെ നടുവിലൊരു പൂവിൽ നുകരാതെ പോയ മധുമധുരമുണ്ടോ? അവിടെ വന്നിളവേറ്റ നാട്ടുപെൺ പക്ഷിതൻ കഥ കേൾക്കുവാൻ കാത് കാടിനുണ്ടോ? നമസ്കാരം. യാരലവയുടെ വാക്കും വഴിയും എന്ന സീരീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളുമായി ജീവിതത്തിൻ്റെ പലതും പങ്കുവയ്ക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളത് മലയാളികൾക്ക് മുഖവുരകൾ ആവശ്യമില്ലാത്ത പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ ശ്രീ ബിജു ബാല. നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ. ആദ്യമായി ചോദിക്കാനുള്ളത്, കേരളത്തിൽ നിരവധി ശബ്ദങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ അതിൽ പ്രിയതരമായ ശബ്ദങ്ങളുണ്ടാവും, പ്രിയതരമല്ലാത്ത ശബ്ദങ്ങളുണ്ടാവും. ഇന്നത്തെ തലമുറയുടെ മുമ്പിൽ ശൂന്യതയുടെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അതിനെ അങ്ങ് എങ്ങനെയാണ് കണ്ടിട്ടുള്ളത്? ശൂന്യതയുടെ ശബ്ദം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എനിക്ക് ശൂന്യത എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം ടൂ മച്ച് പൊളിറ്റിക്കൽ സെൻസിറ്റിവിറ്റി ഉള്ളൊരു സമൂഹമാണ് നമ്മുടേത്. പ്രത്യേകിച്ച് പിന്നെ ഒരു 10, 15, 20 വർഷത്തെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് കേവലം ഡിബേറ്റിനപ്പുറത്ത് ഒരു പ്രത്യേക മതം പോലെയൊക്കെ മാറി അതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും, പിന്നെ സോഷ്യൽ മീഡിയയുടെ ആവിർഭാവം, അതിൻ്റെ റിച്ച്നെസ്സും അതിൽ എന്തും ആകാം എന്ന് പറയുന്ന അനോണിമിറ്റിയും ട്രാൻസ്പെറൻസിയും എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു ചർച്ചയുടെയൊക്കെ ഒരു ലോകത്ത് ശൂന്യത എന്ന് പറയുന്നത് ഒരു ശൂന്യത ആവശ്യമുണ്ട് അടുത്തൊരു റീവാമ്പിങ്ങിന് വേണ്ടി എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ നമ്മൾ പറയും അരാഷ്ട്രീയവാദം എന്നൊക്കെ പറയും. നമ്മൾ ഈ അരാഷ്ട്രീയവാദം എന്നത് ഇതിനകത്തേക്ക് ഉള്ളൊരു ട്രാൻസ്ഫോർമേഷനോ എവല്യൂഷൻ്റെ ഇടയിൽ പെടുന്ന ഒരു ഘട്ടമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് നല്ലൊരു വരുന്ന ദിനത്തിന് ഒരു സൂചികയായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഒന്നിനെ നമ്മൾ ഡിസ്ട്രക്റ്റീവായിട്ട് കാണേണ്ടതില്ലെന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും. പുതിയ തലമുറയുടെ പ്രത്യേകിച്ച് ന്യൂട്രലായിട്ടും സൗഹൃദത്തിലും സാഹോദര്യത്തിലും ഒക്കെ മാത്രമൊക്കെ വിശ്വസിക്കുന്ന, റാൻഡമായിട്ട് എടുത്താൽ കുറച്ച് പേര് അങ്ങനെ അല്ലാത്തവരുണ്ട്. കുറച്ച് പേര് വളരെ സീസൺഡായിട്ട് പലരുടെയും എന്താ പറയുക ഊട്ടലുകൾക്ക് പാത്രമായിട്ട് ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ ബയസ്ഡ് ആവാറുണ്ടെങ്കിൽ പോലും ഒരു റാൻഡം ആയിട്ടുള്ളൊരു പോപ്പുലേഷൻ പുതിയ തലമുറയുടെ എടുത്തു കഴിഞ്ഞാൽ വളരെ പ്രോഗ്രസീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് ഒരുപക്ഷെ ഒരു ട്രാൻസിഷൻ പീരീഡ് എന്നുള്ളതിലാണ്, അന്തരാള ഘട്ടം എന്നൊക്കെ പറയുന്ന പോലെ. അതെ, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. കാരണം എല്ലാത്തിനും ഒരു ട്രാൻസിഷൻ പീരീഡ് വേണമല്ലോ. ഈ എന്താ പറയുക, നൂറ്റാണ്ടുകളുടെയും സഹസ്രാബ്ദങ്ങളുടെയും പാരമ്പര്യവും ഇതൊക്കെ പേറി അതൊരു ബാഗേജായിട്ട് മാത്രം ഒരു സമൂഹത്തിന് മുന്നോട്ട് ഒരു പരിധി വരെ പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെയൊക്കെ ഒരു നല്ല കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം പക്ഷെ മുന്നോട്ട് ഒരു ശാസ്ത്രാവബോധം എന്ന് പറഞ്ഞാൽ സോക്കോൾഡ് അങ്ങനെ ഭയങ്കര അതിഭൗതിക ബോധമൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ലോജിക്കൽ റീസണിങ് എന്ന് പറയുമ്പോൾ നമ്മൾ യുക്തിവാദമായിട്ട് കണക്ട് ചെയ്യുക അതുമല്ല, നമ്മളുടേതായ സ്വന്തമായിട്ടുള്ളൊരു ലോജിക്കൽ റീസണിങ് വേണം. ചിലപ്പോൾ അപ്പുറത്തെ ആളുകൾക്ക് ചിലപ്പോൾ ഇല്ലോജിക്കലായിട്ട് തോന്നാവുന്ന കാര്യമായിരിക്കും നമ്മളെ ലോജിക്ക്. പക്ഷെ അതിനൊരു റീസണിങ് വേണം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അനാലിസിസ് ഉണ്ടല്ലോ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഹൗ മച്ച് വി ആർ ലോജിക്കൽ ടു അവർ സെൽഫ്, നമ്മളോട് തന്നെ എന്തുമാത്രം യുക്തി ഭദ്രമാണ് നമ്മളുടെ തീരുമാനം. നാളെ ചിലപ്പോൾ മാറിയേക്കാം. അങ്ങനെയൊക്കെ ആകുന്ന ഒരു സെൽഫ് അനലിറ്റിക്കൽ പവറൊക്കെ ഉള്ള ഒരു തലമുറ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവരുടെ എക്സ്പോഷർ അങ്ങനെയാണ്. പലപ്പോഴും നമുക്ക് അറിയാവുന്ന നമ്മളുടെ കുട്ടികളുടെയും അവരുടെ ഫ്രണ്ട്സും അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള തലമുറയൊക്കെയാണ്. അവരൊക്കെ കുറേയൊക്കെ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.